നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിലെ കമ്പനി ബോർഡ് LGS വെബ് കോലിഡി പോലുള്ള എക്സാംസിനുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ്. പറ്റുന്നത്തോളം വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണമെന്ത്? ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. വിസ്കസ് ബലം, പ്രതലബലം, പ്ലവകബലം, ബെർണോളിയുടെ തത്വം. ഇതിലേതാണ് ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്രിയ? ഏതായിരിക്കും? ആൻസർ പ്രതലബലമാണ്. പ്രതലബലം കാരണമാണ് ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണം. ദ്രാവകത്തിൻ്റെ ഉപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. ദ്രാവകത്തിൻ്റെ ഉപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാനുളവാക്കുന്ന ബലമാണ് പ്രതലബലം. മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നതും ഷഡ്പദങ്ങൾക്ക് വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതും ഇതുമൂലമാണ്. മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നതിനും ഷഡ്പദങ്ങൾക്ക് വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതും ഈ ഒരു ബലം കാരണമാണ്. ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയുന്നു. ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നതും ഗ്ലാസ്സിലെ ജലോപരിതലത്തിലെ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണമായതും പ്രതലബലമാണ്. അപ്പോൾ എന്താണ്? ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നതും ഗ്ലാസ്സിലെ ജലോപരിതലത്തിലെ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണമായതും പ്രതലബലമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തിയ രീതിയിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തിയ രീതിയിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലമാണ് വിസ്കസ് ബലം. ഒരു വസ്തു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ പ്ലവക ബലം. ഒരു വസ്തു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? മൺറോ, വെല്ലസി, ഗിഫോർഡ്, കൊനോലി. ഇതിലാരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? ആൻസർ ഗിഫോർഡാണ്. ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ കലാപം എന്നാൽ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇംഗ്ലീഷ് വ്യാപാരികൾ തദ്ദേശീയരായ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അവർ വർഷം തോറും വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പ്രദേശങ്ങളിൽ അംഗീകാരം നടത്തിയിരുന്ന പിള്ളമാരുടെ പ്രതിനിധികൾ ഇംഗ്ലീഷുകാർ റാണിക്ക് സമർപ്പിക്കുന്ന സമ്മാനങ്ങളെല്ലാം തങ്ങൾ മുഖേന വേണം റാണിക്ക് നൽകേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താണ്? ആ പ്രദേശങ്ങളിൽ അധികാരം നടത്തിയിരുന്ന പിള്ളമാരുടെ പ്രതിനിധികൾ ഇംഗ്ലീഷുകാർ റാണിക്ക് സമർപ്പിക്കുന്ന സമ്മാനങ്ങൾ എല്ലാം തന്നെ തങ്ങൾ മുഖേന വേണം റാണിക്ക് നൽകേണ്ടത് എന്നാണ് ആവശ്യപ്പെട്ടത്. ഇംഗ്ലീഷ് വ്യാപാരികളുടെ നേതാവായ ഗിഫോർഡ് ഈ ആവശ്യം നിരസിച്ചു. ഇംഗ്ലീഷ് വ്യാപാരികളുടെ നേതാവായിരുന്നു ഗിഫോർഡ്. അദ്ദേഹം ഈ ആവശ്യം എന്ത് ചെയ്തു? നിരസിക്കുകയാണ് ചെയ്തത്. ഗിഫോർഡ് 140 ഇംഗ്ലീഷുകാരുമായി റാണിക്ക് നേരിട്ട് സമ്മാനങ്ങൾ നൽകാൻ ആറ്റിങ്ങലിലേക്ക് പുറപ്പെട്ടു. ഗിഫോർഡ് 140 ഇംഗ്ലീഷുകാരുമായി റാണിക്ക് നേരിട്ട് സമ്മാനങ്ങൾ നൽകാൻ ആറ്റിങ്ങലിലേക്ക് പുറപ്പെട്ടു. നാട്ടുകാർ ഈ സംഘത്തെ ആക്രമിക്കുകയും മുഴുവൻ ആളുകളെയും കൊല്ലപ്പെടുത്തുകയും ചെയ്തു. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇതേ തുടർന്ന് നാട്ടുകാർ അഞ്ചുതെങ്ങ് കോട്ട വളഞ്ഞു. ഗണ്ണർ ഇൻസ് എന്ന ബ്രിട്ടീഷുകാരൻ ഈ ആക്രമണത്തെ പ്രതിരോധിച്ചു. അഞ്ചുതെങ്ങ് കോട്ട ആരാണ് വളഞ്ഞത്? അവിടുത്തെ നാട്ടുകാരാണ് വളഞ്ഞത്. ഗണ്ണർ ഇൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഈ ആക്രമണത്തെ പ്രതിരോധിച്ചത്. തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷുകാരുടെ ഒരു സൈന്യം വന്നതോടുകൂടി ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തി. തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷുകാരുടെ ഒരു സൈന്യം വന്നതോടുകൂടി ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തി. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്?
തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ഒരു കൂട്ടം ജീവകങ്ങളുടെ സമുച്ചയമാണ് ജീവകം ബി കോംപ്ലക്സ്. ഒരു കൂട്ടം ജീവകങ്ങളുടെ സമുച്ചയമാണ് ജീവകം ബി കോംപ്ലക്സ് അല്ലെങ്കിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ്. വിറ്റാമിൻ B1 എന്ന് പറയുന്നതാണ് തയാമിൻ. വിറ്റാമിൻ B1 ആണ് തയാമിൻ. വിറ്റാമിൻ B2 എന്താണ്? റിബോഫ്ലാവിൻ. റിബോഫ്ലാവിൻ ആണ് വിറ്റാമിൻ B2. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ഏതാണ്? വിറ്റാമിൻ B3. വിറ്റാമിൻ B3 എന്നറിയപ്പെടുന്നതാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാൻറ്റോതെനിക് ആസിഡാണ് വിറ്റാമിൻ B5. പിരിഡോക്സിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B6. വിറ്റാമിൻ B6നെയാണ് പിരിഡോക്സിൻ എന്ന് അറിയപ്പെടുന്നത്. ബയോട്ടിൻ ഏതാണ്? വിറ്റാമിൻ B7. ബയോട്ടിനാണ് വിറ്റാമിൻ B7. ഫോളിക് ആസിഡ് ഏതാണ്? വിറ്റാമിൻ 9. നമ്മുടെ അയൺ ഗുളിക എന്നൊക്കെ പറയുന്നതാണ് ഫോളിക് ആസിഡ് അല്ലേ? ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? വിറ്റാമിൻ B9 ആണ്. കൊബാലമിൻ ഏതാണ്? കൊബാലമിൻ വിറ്റാമിൻ B12 ആണ്. വിറ്റാമിൻ B12 ആണ് കൊബാലമിൻ. ഇതുപോലെയുള്ള കോംപ്ലക്സസ് ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് തരത്തിലുള്ള സ്ഥാപനമാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് തരത്തിലുള്ള സ്ഥാപനമാണ്? ഭരണഘടനാ സ്ഥാപനം, നിയമാനുസൃത സ്ഥാപനം, എക്സിക്യൂട്ടീവ് സ്ഥാപനം, ഇതൊന്നുമല്ല. ഈ 4 ഓപ്ഷനിൽ ഏതാണ് നമ്മുടെ ആൻസർ? ആൻസർ നിയമാനുസൃത സ്ഥാപനം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് നോക്കിയാലോ. 2005 നവംബറിൽ രാജ്യസഭയും 2005 ഡിസംബർ 12 ലോക്സഭയും പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2005 ഡിസംബർ 23-നാണ്. ശ്രദ്ധിക്കുക, 2005 നവംബറിൽ രാജ്യസഭയും 2005 ഡിസംബറിൽ ലോക്സഭയും പാസാക്കിയ ഈ ഒരു ആക്ടിനെ രാഷ്ട്രപതി അംഗീകരിച്ചതെന്നാണ്? 2005 ഡിസംബർ 23-നാണ്. അതിനാൽ കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ നിയമം വിജ്ഞാപനം ചെയ്തതും എന്നാണ്? 2005 ഡിസംബർ 23-നാണ്. ദുരന്ത നിവാരണ നിയമത്തിന് എത്ര വകുപ്പുകളുണ്ട്? 79 വകുപ്പുകളുണ്ട്. ദുരന്ത നിവാരണ നിയമത്തിന് 79 വകുപ്പുകളാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരുകൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന നിയമത്തിലെ വകുപ്പ് 14-ൽ 1 വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാന സർക്കാരുകൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണം എന്ന് നിയമത്തിലെ ഏത് വകുപ്പാണ് വ്യവസ്ഥ ചെയ്യുന്നത്? വകുപ്പ് 14-ൽ 1 വ്യവസ്ഥ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രൂപം നൽകണമെന്ന് നിയമത്തിലെ ഏത് വകുപ്പ് പറയുന്നു? 20-ൽ 1. ഓക്കെ, സോ സംസ്ഥാന സർക്കാരുകൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് ഏത് വകുപ്പാണ് പറയുന്നത്? 14-ൽ 1. എന്നാൽ സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രൂപം നൽകണം എന്ന് പറയുന്ന നിയമത്തിലെ വകുപ്പ് ഏതാണ്? 20-ൽ 1. ഇത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. അതുപോലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 10 അംഗങ്ങളാണ് ഉള്ളത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 10 അംഗങ്ങളാണ് ഉള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. ചെയർപേഴ്സൺ ആണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര് എന്താണ്? ശ്രദ്ധിക്കണം, വിറ്റാമിൻ എയുടെയാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര് എന്താണ്? സിറോഫ്താൽമിയ, ഗ്ലോക്കോമ, എസ്റ്റിഗ്മാഗ്നിസം, വർണ്ണാന്ധത. ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ? ആൻസർ സിറോഫ്താൽമിയ. സിറോഫ്താൽമിയാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര്. സിറോഫ്താൽമിയ, ചെങ്കണ്ണ്, നിശാന്തത, വർണ്ണാന്ധത എന്നിവയാണ് പ്രധാന നേത്രരോഗങ്ങൾ. പ്രധാനമായിട്ടുള്ള നേത്രരോഗങ്ങൾ ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ, ചെങ്കണ്ണ്, നിശാന്തത, വർണ്ണാന്ധത പോലുള്ളവയൊക്കെയാണ് പ്രധാനപ്പെട്ട നേത്രരോഗങ്ങൾ.
വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയ്ക്കും തുടർന്ന് കാഴ്ചയില്ലായ്മയ്ക്കും കാരണമാകും. മനസ്സിലായോ? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും തുടർന്ന് കാഴ്ചയില്ലായ്മയും ഉണ്ടാകുന്നുണ്ട്. കണ്ണിനെ ബാധിക്കുന്ന പാരമ്പര്യ രോഗത്തിന് ഉദാഹരണമാണ് വർണ്ണാന്ധത. ഈ ഓപ്ഷനുള്ള മറ്റുള്ള ഓപ്ഷൻസ് ആണ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. കണ്ണിനെ ബാധിക്കുന്ന പാരമ്പര്യ രോഗത്തിന് ഉദാഹരണമാണ് വർണ്ണാന്ധത. ചുവപ്പ്, നീല, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ റെറ്റിനയിലുണ്ട്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിക്കാൻ കഴിയില്ല. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിക്കാൻ കഴിയില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് ഉദ്ദേശിക്കുന്നത്. ഡാൾട്ടണിസം എന്നും ഈ വർണ്ണാന്ധതയെ അറിയപ്പെടുന്നു. കാരണം ഡാൾട്ടണ് ഈ ഒരു അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഡാൾട്ടണിസം എന്നും അറിയപ്പെടുന്നത്. ഇത് കൂടുതലും ഉണ്ടാകുന്നത് ആരിലാണ്? പുരുഷന്മാരിലാണ് കൂടുതലും ഈ ഒരു രോഗാവസ്ഥ കാണപ്പെടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇഷിഹാര കളർ ടെസ്റ്റ് എന്ന ഒരു ടെസ്റ്റ് വഴി ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഏതാണ് ടെസ്റ്റിൻ്റെ പേര്? ഇഷിഹാര കളർ ടെസ്റ്റ്. ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രതയിലുണ്ടാവുന്ന വൈകല്യം കാരണം വസ്തുവിൻ്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയല്ലാത്തതുമായ പ്രതിബിംബം രൂപം കൊള്ളുന്ന കാഴ്ച വൈകല്യമാണ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രതയിലുണ്ടാവുന്ന വൈകല്യം കാരണം വസ്തുവിൻ്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയല്ലാത്തതുമായ പ്രതിബിംബം രൂപം കൊള്ളുന്ന കാഴ്ച വൈകല്യമാണ് അസ്റ്റിഗ്മാറ്റിസം. ഇതിന് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് ഈ ഒരു വൈകല്യത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഏത് ലെൻസാണ്? സിലിണ്ടറിക്കൽ ലെൻസ്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നതാണ് അക്വസ് ദ്രവ്യം. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നതാണ് അക്വസ് ദ്രവ്യം. ദ്രവ്യത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹിക കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നത് ആരാണ്? അക്വസ് ദ്രവ്യമാണ്. ഈ ദ്രവ്യത്തിന് പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കൂടും. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹിക കോശങ്ങൾക്കും ഈ ഒരു മർദ്ദം കൂടുന്നത് എന്തിലേക്ക് നയിക്കും? അന്ധതയിലേക്ക് നയിക്കും. ആ ഒരു രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ലേസർ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു, ശരീരത്തുലഞ്ഞ നില പാലിക്കപ്പെടുന്നില്ല, ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു, ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. ഇതിലേതാണ് അപകടത്തിൽ ഒരു വ്യക്തിക്ക് സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ശരീരത്തുലഞ്ഞ നില പാലിക്കപ്പെടുന്നില്ല. എന്താണ് കാരണമെന്ന് നമുക്ക് നോക്കിയാലോ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തുലഞ്ഞ നില പാലിക്കുന്നതിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം എന്നാൽ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തെ ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു. സെറിബെല്ലത്തെ എന്തെന്നറിയപ്പെടുന്നു? ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. എന്നാൽ ആദ്യത്തെ ഭാഗം ഏതാണ്? ആദ്യത്തെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നതാണ് സെറിബെല്ലം. സെറിബെല്ലം എങ്ങനെയാണ് കാണുന്നത്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ്, 2 ലോബുകളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിൽ ചുളിവുകളും ചാലുകളുമുള്ള ഭാഗമാണ്. ഈ സെറിബെല്ലത്തിന് എന്തൊക്കെയുണ്ട്? ചുളിവുകളും ചാലുകളുമൊക്കെ ഉണ്ട്. സെറിബ്രത്തിൽ നിന്നും ഉള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. തലാമസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെറിബ്രത്തിന് താഴെയാണ് തലാമസ് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നതാണ് തലാമസ്.
തലാമസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനമായിട്ട് തോന്നുന്നതിനെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്നതാണ് തലാമസ്. ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. സെറിബ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ ഇവയുടെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. സെറിബ്രം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അതുപോലെ സെറിബ്രമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. സെറിബ്രത്തിന് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ചാരനിറത്തിലുള്ള പുറം ഭാഗമുണ്ട്. അതിനെ പറയുന്നത് എന്താണ്? കോർട്ടക്സ്. കോർട്ടക്സ് എന്നാണ് ചാരനിറത്തിലുള്ള പുറം ഭാഗത്തെ അറിയപ്പെടുന്നത്. എന്നാൽ വെളുത്ത നിറത്തിലുള്ള അകംഭാഗത്തെ എന്താണ് അറിയപ്പെടുന്നത്? മെഡുല്ല. അപ്പോൾ പുറം ഭാഗത്തിനെ കോർട്ടക്സ് എന്നും അകംഭാഗത്തിനെ മെഡുല്ല എന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്രദ്ധിക്കണം, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, പണം അച്ചടിച്ചിറക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു. ഇതിലേതാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഏതാണ് ഓപ്ഷൻ. ഓപ്ഷൻ ബി അല്ലേ? പണം അച്ചടിച്ചിറക്കുന്നു. ഇതാണോ വാണിജ്യ ബാങ്കുകൾ ചെയ്യുന്നത്? ആരാണ് പണം അച്ചടിക്കുന്നത്? ഇതൊക്കെ നോക്കിയാലോ. ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ ഒരു സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കും. എന്നിട്ട് വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ എന്നിങ്ങനെ വാണിജ്യ ബാങ്കുകളെ 2ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? പൊതുമേഖലാ ബാങ്കും സ്വകാര്യ ബാങ്കും കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പൂർണ്ണമായ ഉടമസ്ഥത സർക്കാരിനാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പൂർണ്ണമായ ഉടമസ്ഥത ആർക്കാണ്? സർക്കാരിനാണ് പൊതുമേഖലാ ബാങ്കുകളുടെ പൂർണ്ണമായ ഉടമസ്ഥത. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്ക്. എന്നാൽ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഭാരതീയ റിസർവ് ബാങ്കാണ് നിയന്ത്രിക്കുന്നത്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാത്കൃത ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്നിങ്ങനെ ചേരുന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ സർക്കാർ നിയന്ത്രിക്കുന്ന പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്തൊക്കെ ചേരുന്നതാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാത്കൃത ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇതൊക്കെ ചേരുന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളായാലും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളായാലും അവരുടെ എല്ലാ ഉടമസ്ഥത ആർക്കാണ്? സ്വകാര്യ വ്യക്തികൾക്കാണ് ഉടമസ്ഥത. ഇവ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു. ഇതും ആരുടെ ഉടമസ്ഥതയിലാണ്? റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്ക് മാത്രമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അക്കയമാണോ, ശബരിഗിരിയാണോ, ഇടുക്കിയാണോ, പള്ളിവാസലാണോ? ഏതാണ് നമ്മുടെ ആൻസർ? അത് നമ്മുടെ 3ാമത്തെ ഓപ്ഷനാണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. ഇടുക്കിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. KCBയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതി. ആരുടെ കീഴിലാണ്? KCBയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി. പ്രതിവർഷം 2398 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇടുക്കി പവർ ഹൗസിൻ്റെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. 780 മെഗാവാട്ടാണ് പ്രതിവർഷം 2398 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇടുക്കി പവർ ഹൗസിൻ്റെ സ്ഥാപിത ശേഷി. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 1975 ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തിയായ പദ്ധതി.
1976 ഫെബ്രുവരി 12 അക്കാലത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. 1975 ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തിയായ ഈ പദ്ധതി 1976, അതായത് ഒരു വർഷം കഴിഞ്ഞ്, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി ജലസംഭരണി, ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ട്, മൂലമറ്റം പവർ ഹൗസ് ഇതൊക്കെയാണ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇടുക്കി ജലസംഭരണി, ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ട്, മൂലമറ്റം പവർ ഹൗസ് ഇത്രയൊക്കെയാണ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പവർ ഹൗസ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലുള്ള അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂലമറ്റത്താണ്. മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറന്തള്ളുന്നത് തൊടുപുഴയാറിലേക്കാണ്. മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം ജലം പുറന്തള്ളുന്നത് തൊടുപുഴ ആറിലേക്കാണ്. ഈയൊരു പദ്ധതിയുടെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. ശ്രദ്ധിക്കണം, കാനഡയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹിക സേവനങ്ങൾ നടത്തിയ ശ്രദ്ധ നേടിയത് ആരാണ്? മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, NSS, തിയോസഫിക്കൽ സൊസൈറ്റി. ഇതിൽ ഏതാണ് മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത്? ആൻസർ ഓപ്ഷൻ എ ആയ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത്. സാമൂഹിക സേവകരെ രാജ്യസേവനത്തിനായി പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ജൂണിൽ ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെയിൽ രൂപം കൊണ്ട സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ. എന്താണ്? സാമൂഹിക സേവകരെ രാജ്യസേവനത്തിനായി പരിശീലിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ 1905 ജൂണിൽ ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെയിൽ രൂപം നൽകിയ സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വിദ്യാഭ്യാസം, ശുചിത്വം, സ്ത്രീകളുടെ സംരക്ഷണം, അയിത്ത നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കായി ഒട്ടേറെ പരിപാടികൾ സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. ഈ സംഘടനയുടെ പ്രധാന പ്രസിദ്ധീകരണമായിരുന്നു 1911 നാഗ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ഹിതവാദ. നോട്ട് ചെയ്യുക, ഹിതവാദ എന്നത് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ്. എന്നായിരുന്നു പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്? 1911 എവിടെ വെച്ചായിരുന്നു? നാഗ്പൂരിൽ വെച്ചിട്ടായിരുന്നു ഹിതവാദയുടെ പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇംഗ്ലീഷ് ഭാഷയിലെ പ്രസിദ്ധീകരണമായിരുന്നു ഇത്. ഹിതവാദ ഏതു ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. NSS എന്ന സാമുദായിക സംഘടന ഈ സംഘടനയുടെ മാതൃകയിൽ രൂപം കൊണ്ടതാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? വർഷം നോക്കുക. 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ടി പ്രകാശം, ആനി ബസന്റ്, AK ഗോപാലൻ, P കൃഷ്ണപിള്ള. ഇതിൽ ഏത് ഓപ്ഷനാണ് 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ടി പ്രകാശമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ എവിടെ വെച്ചാണ് നടന്നത്? ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിലാണ് ആദ്യമായി മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്തത്. ഈ സമ്മേളനത്തിലാണ് ആദ്യമായി മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്തത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നതാണ് ടി പ്രകാശം. ടി പ്രകാശത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആന്ധ്ര കേസരി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമായിരുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ, അത് 1928 നടന്നത്, സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത്. ആരവതരിപ്പിച്ചു? ജവഹർലാൽ നെഹ്റുവാണ് അവതരിപ്പിച്ചത്. എവിടെ വെച്ചിട്ടായിരുന്നു? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. എന്നായിരുന്നു നടന്നത്? 1928 നടന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് വളരെ കുറച്ച് ചോദ്യങ്ങളുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനി ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. കാരണം ഇനിയുള്ള ഡേയ്സ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും PSCക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയോടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, ഇനിയും നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനോട് നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ താങ്ക് യു.